പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം 2 തിമോത്തി 2-ാം അധ്യായം 12-ാം തിരുലിഖിതം. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ വാഴും. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന്റെ ആത്മാവ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ വേണ്ടി നമുക്ക് എളിമപ്പെടാം. ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയോ ഞങ്ങളുടെ യുക്തിയോ അല്ല, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഉന്നതമായിട്ടുള്ളത് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. സങ്കീർത്തനം 4-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം, കർത്താവ് നീതിമാന്മാരെ തനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഈ നിമിഷങ്ങളിൽ തന്റെ തിരുവചനങ്ങൾ കേൾക്കാൻ അവിടുന്ന് ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഓരോ മകനെയും മകളെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. മനസ്സിന്റെ ക്ഷീണങ്ങൾ, ദൈവവചനം കേൾക്കുമ്പോൾ ഗ്രഹിക്കാൻ പറ്റാത്ത മന്ദത, പ്രാർത്ഥിക്കാനുള്ള മരവിപ്പ്, ആത്മീയമായ തീഷ്ണതയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, ഈ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഏതെങ്കിലും മകനോ മകൾക്കോ ഈ ശുശ്രൂഷകളിലേക്ക് വരാൻ തടസ്സമായി സാത്താൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം സാത്താൻ ഉയർത്തുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ എതിർ ചിന്തകളും മല്ലടിക്കുന്ന ചിന്തകളും ഉതിർത്തുകൊണ്ട് സാത്താൻ ദൈവമക്കളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിമത ചിന്തകളും എതിർപ്പിന്റെ ചിന്തകളും യേശുവിന്റെ നാമത്തിൽ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യരക്ഷയ്ക്ക് തടസ്സമായി സാത്താൻ ഉയർത്തിയിരിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും നസ്രയനായി യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വചനം കേൾക്കാൻ തടസ്സമായി നിൽക്കുന്ന അരൂപികളോടും ശക്തികളോടും നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കുടുംബങ്ങളെ പീഡിപ്പിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോവുക. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. എല്ലാ കുടുംബങ്ങളിലേക്ക് ആത്മാവ് വ്യാപരിക്കട്ടെ. കർത്താവിന്റെ നീതിമാന്മാർ കർത്താവിന്റെ സ്വരം കേൾക്കാൻ കുടുംബങ്ങളിൽ ഒരുമിച്ച് കൂടട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 തിമോത്തി 2-ാം അധ്യായം 12-ാം തിരുലിഖിതം. നാം അവനെ നിഷേധിക്കുമെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ വാഴും. ഇവിടെ തിരുലിഖിതത്തിലൂടെ പരിശുദ്ധാത്മാവ് വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഒന്നുകിൽ നാം അവനെ തള്ളിപ്പറയുന്നവനായി മാറും, അല്ലെങ്കിൽ നാം അവനെ ഏറ്റുപറയുന്നവനായി ജീവിക്കും. ഇതിലേതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് തിരിച്ചറിയണം. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും പ്രത്യേക തരത്തിലുള്ള അരൂപികൾ ലോകത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ദ സ്പിരിറ്റ് ഓഫ് ദി ഏജ്, ആ യുഗത്തിന്റെ ആത്മാവ്, കാലഘട്ടത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ ആരംഭിക്കും. എന്നാൽ ഒരു ക്രിസ്തീയ പൈതലിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ മനസ്സ് ധരിക്കണം. എന്താണ് യേശു ക്രിസ്തുവിനെയും നിങ്ങളെയും കുറിച്ചുള്ള മനസ്സ്? ഞാനും നിങ്ങളും ദൈവവചനത്തിൽ ഉറച്ചു നിന്ന്, നിത്യതര മാർഗത്തിൽ ഉറച്ചു നിന്ന്, പിതാവായ ദൈവത്തിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ യുഗായുഗങ്ങളെ പ്രശോഭിക്കാൻ തക്കവിധം ഇടുങ്ങിയ വാതിലിലൂടെ നടന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ളതല്ലേ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള യേശു ക്രിസ്തുവിന്റെ മനസ്സ്? ഈ ക്രിസ്തുവിന്റെ മനസ്സാണോ എന്നെയും നിങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ ഈ കാലഘട്ടത്തിന്റെ ആത്മാവാണോ എന്നെയും നിങ്ങളെയും നയിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും നന്നായിട്ട് പരിശോധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ആത്മാവാണ് ഈ ലോകത്തോട് ആസക്തി ജനിപ്പിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. അതിന്റെ പേരാണ് സെക്കുലറിസത്തിന്റെ ആത്മാവ്. ഈ ലോകത്തോടൊരു പ്രത്യേക ആസക്തി.
ഈ ലോകത്തിലുള്ള ജീവിതത്തോടൊരു പ്രത്യേക ആസക്തി, ജഡപ്രകാരമുള്ള ജീവിതത്തോട് പ്രത്യേക ആസക്തി ജനിപ്പിക്കുന്ന ആത്മാവ് അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കുറെ പേർക്കൊക്കെ ഇത് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ അങ്ങനത്തെ ആത്മാവിന്റെ പിടിയിൽ അമർന്ന ഒരു വ്യക്തിയെ കുറിച്ച് ശ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് കാലം ശ്ലീഹായുടെ കൂടെ നടന്ന്, ഒരുപാട് കാലം പൗലോസ് ശ്ലീഹായിലൂടെ കർത്താവ് നൽകിയ വെളിപ്പാടുകൾ കേട്ട്, പരിശുദ്ധാത്മാവിന്റെ ദൂത് കേട്ട്, ദൈവരാജ്യ ബോധ്യങ്ങൾ കേട്ടിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശുക്രിസ്തുവിന്റെ മനസ്സിനെ ഉപേക്ഷിച്ച്, യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രേരണകളെ ഉപേക്ഷിച്ച് ലോകത്തിന്റെ പ്രേരണകൾക്ക് വശംവദനായ മനുഷ്യനെ കുറിച്ചാണ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇതാ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ ഉപേക്ഷിച്ച് അവൻ തിരിച്ചു പോയിരിക്കുന്നു. ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തുകയാണ്. ദേമാസ് എന്ന് പറഞ്ഞ വ്യക്തി കുറെ കാലം പൗലോസ് ശ്ലീഹയുടെ കൂടെ നടന്നയാളാണ്. ദേമാസ് എന്ന് പറഞ്ഞ വ്യക്തി കുറെ കാലം പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നയാളാണ്. ദേമാസ് എന്ന വ്യക്തി കുറെ കാലം ആത്മീയതയിൽ മുന്നേറിയ ആളാണ്. എന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി അയാളെ ആക്രമിച്ചപ്പോൾ ആ ആസക്തിയോട് എതിരിട്ട് തോൽപ്പിക്കുന്നതിന് പകരം അവൻ ആ ആസക്തിക്ക് കീഴ്പ്പെട്ട് അവൻ ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. ഇത് ദേമാസ് എന്ന വ്യക്തിക്ക് മാത്രമല്ല, ഇത് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഏതൊരു ക്രിസ്തു ശിഷ്യനും അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണിത്. ഈ ലോകത്തിന്റെ ആത്മാവ്, സെക്കുലറിസത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ തിന്നണം, കുടിക്കണം, അങ്ങനെ ഈ ലോകത്ത് നന്നായി ജീവിക്കണം, നല്ല വീട് വെക്കണം, നല്ല ജോലി വേണം, നല്ല കാറ് വേണം, നല്ല കമ്പ്യൂട്ടർ വേണം, ജീവിതത്തിൽ വേദനയൊന്നും അധികം വേണ്ട, ഇഷ്ടംപോലെ പണം വേണം, നല്ല ഡ്രസ്സ് വേണം, നല്ല സുഗന്ധലേപനങ്ങൾ വേണം, നല്ല ചെരുപ്പ് വേണം. ഇതിൽ കൂടുതലായിട്ടൊന്നും വലിയ മൂല്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ച് മാത്രം മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ജഡത്തിന്റെ പ്രകാരം സ്വർഗ്ഗഭോഗം ചെയ്യാൻ തോന്നിയാൽ സ്വർഗ്ഗഭോഗം ചെയ്യാൻ അനുവാദം കിട്ടണം, കുട്ടികളെ നിർത്തണം, അബോർഷൻ ചെയ്യാൻ തോന്നിയാൽ അബോർഷൻ ചെയ്യാൻ അനുവാദം വേണം, ഭ്രൂണഹത്യ ചെയ്യാൻ തോന്നിയാൽ ഭ്രൂണഹത്യ ചെയ്യാൻ അനുവാദം വേണം. അങ്ങനെ പാപമെല്ലാം ചെയ്യാൻ നിയമപരമായ അനുവാദം ഉണ്ടാക്കി, അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള പാപത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാക്കി, അങ്ങനെ ഇവിടുത്തെ ലോകം, ഈ ലോകത്തിലെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചുകൂട്ടുക. ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം മരണത്തിനും അപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാതിരിക്കുക. അതാണ് സെക്കുലറിസത്തിന്റെ ആത്മാവ്. സെക്കുലറിസത്തിന്റെ ആത്മാവ് ഈ ലോകത്തോടുള്ള ആസക്തിയുടെ ആത്മാവാണത്. എന്നെയും നിങ്ങൾ നയിക്കുന്നത് ഈ ലോകത്തോടുള്ള ആസക്തിയുടെ ആത്മാവാണോ അതോ ദൈവരാജ്യത്തിന്റെ ആത്മാവാണോ? ഈ ലോകത്തോടുള്ള ആസക്തിയുടെ ആത്മാവ് എന്നെയും നിങ്ങളെയും ഗ്രസിച്ചാൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങും. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്, ഈ ലോകത്തോടുള്ള ആസക്തിയുടെ ആത്മാവ് എന്നെയും നിങ്ങളെയും പിടികൂടിയാൽ പൗരോഹിത്യത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും അകറ്റിക്കളയും. ദൈവജനത്തെ പൗരോഹിത്യത്തിൽ നിന്നും അകറ്റുന്ന ആത്മാവാണ് സെക്കുലറിസത്തിന്റെ ആത്മാവ്, ഈ ലോകത്തോടുള്ള ആസക്തിയുടെ ആത്മാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്ന് സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ശിരസ് ഉയർത്തി ചുറ്റും നോക്കുക. ഒരു സർവേ നടത്തിയപ്പോൾ സർവേയിൽ കിട്ടിയ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 1960കളിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ USA പള്ളിയിൽ പോകുന്നവരുടെ എണ്ണം ഏതാണ്ട് 75% ആളുകൾ ഉണ്ടായിരുന്നു. അമേരിക്കൻ കത്തോലിക്കരുടെ ഇടയിൽ ഏതാണ്ട് 75% ആളുകളും ഞായറാഴ്ച പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോയില്ലെങ്കിൽ അതൊരു പാപമാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ദൈവരാജ്യത്തിന്റെ ആത്മാവ് നയിച്ചിരുന്ന ഒരു കാലഘട്ടം, ഒരു അന്തരീക്ഷം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ 1983 വീണ്ടും ഒരു സർവേ നടത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച, ഏതാണ്ട് 28% ആളുകൾ മാത്രമേ ഞായറാഴ്ച തോറും ദേവാലയത്തിൽ പോകണമെന്നും
ദേവാലയത്തിൽ പോയില്ലെങ്കിൽ അതൊരു പാപമാണെന്ന് ചിന്തിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഈ ലോകത്തോടുള്ള ആസക്തിയുടെ പിടിയിലമർന്ന് ജഡപ്രകാരമുള്ള ജീവിതത്തിന്റെ പിടിയിലാണ്. എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട്, ആയോടത്തായി എത്തിയോടത്തെത്തി, ഇങ്ങനെയുള്ളൊരു ജീവിതം, ജഡത്തിന്റെ പ്രേരണകളെ താലോലിക്കുന്ന ജീവിതത്തിലേക്ക് അവരുടെ മനസ്സ്, സെക്കുലറിസത്തിന്റെ ആത്മാവിലേക്ക് അവരുടെ മനസ്സ് ട്യൂൺ ചെയ്യപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇത് വളരെ വേഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു കത്തോലിക്ക രാജ്യമെന്ന് അറിയപ്പെടുന്ന രാജ്യമായിരുന്നു പോളണ്ട്. 1988 ആ പോളണ്ട് രാജ്യത്തില് ഏതാണ്ട് 75-80% ആളുകൾ ദേവാലയത്തിൽ ഞായറാഴ്ച തോറും പോയി ബലിയർപ്പിക്കുന്നതിൽ ഉത്സുകരായിരുന്നു. അങ്ങനെ ബലിയർപ്പിക്കാൻ പോയില്ലെങ്കിൽ അതൊരു പാപമാണെന്ന് ചിന്തിക്കുന്നവരായിരുന്നു. ആ ജനം കമ്മ്യൂണിസത്തിനെതിരെ പോരാടി കമ്മ്യൂണിസത്തെ തോൽപ്പിച്ചൊരു ജനതയാണ് പോളണ്ടിലുള്ള കത്തോലിക്ക ജനത. അതൊരു കത്തോലിക്ക രാജ്യമാണ്. എന്നാൽ 1988 കമ്മ്യൂണിസം നിലംപൊത്തി. പിന്നീട് അങ്ങോട്ട് ആ രാജ്യത്ത് പ്രത്യേക ദ്രുതഗതിയിലുള്ള മാറ്റം ആരംഭിച്ചു. 1993 ഒരു സർവേ നടത്തുമ്പോൾ ഏതാണ്ട് 10-25% ആളുകൾ മാത്രമേ ഞായറാഴ്ച തോറും ദേവാലയത്തിൽ പോകുന്നവരായിട്ടുള്ളൂ. നോക്കുക, ഒരു 75-80% നിന്നിരുന്ന ആ സ്ഥിതിയിൽ നിന്ന് കുത്തനെ താഴ്ത്തിക്ക് വീണ് അവരുടെ ആത്മീയ നിലവാരം, ആ രാജ്യത്തെ ആ ജനത, വളരെ ബഹുഭൂരിപക്ഷം ജനതയും ആത്മീയ മാർഗം വിട്ട് ഒരു സെക്കുലറിസത്തിന്റെ മാർഗത്തിലേക്ക് പെട്ടെന്ന് വ്യതിചലിച്ചു പോയി. ഈ കേരളത്തിലെ മലയാളികൾ, തീഷ്ണമതികളായ മലയാളികളെ പോലെ തന്നെ ആവേശത്തോടെ കർത്താവിനെ അനുഗമിച്ചവരായിരുന്നു പോളണ്ടിലുള്ള ക്രിസ്തീയ ജനത. എന്നാൽ പെട്ടെന്ന് സെക്കുലറിസത്തിന്റെ ആത്മാവിന്റെ വഴികളിലേക്ക് അത് വ്യതിചലിച്ചു പോയി. അമേരിക്കൻ ഐക്യനാടുകളിൽ 30 വർഷം കൊണ്ട് നടന്ന വ്യതിയാനം പോളണ്ടിൽ വെറും 4 വർഷം കൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. അച്ഛൻ ഈ UK-യിൽ അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ അവിടെ അച്ഛൻ കണ്ടൊരു കാര്യമുണ്ട്. 2000 ആണ്ടിലെല്ലാം തീഷ്ണതയോടെ ദൈവജനം ഒന്നിച്ചുകൂടി ബലിയർപ്പിച്ചിരുന്ന ആ ദേവാലയം ഇന്ന് സെന്റ് മാർക്സ് മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ മാർക്കോസിന്റെ നിസ്കാര പള്ളി. അത് ലേലത്തിലിട്ടു. പള്ളിയിൽ ആളുകൾ ഇല്ലാതെ ആയപ്പോൾ ആ പള്ളി ലേലത്തിലിട്ടു. അതൊരു മുസ്ലിം സംഘടന വാങ്ങി അവരുടെ മദ്രസയാക്കി മാറ്റി. നോക്കുക, അന്ന് ആ കാലഘട്ടത്തിൽ 2006-2008 കാലഘട്ടത്തിൽ ഏതാണ്ട് 200ഓളം പള്ളികളാണ് UK-യിൽ വിൽക്കാൻ വേണ്ടി ഇട്ടിരുന്നത്. ജർമ്മനിയിൽ ഏതാണ്ട് 3000 പള്ളികളാണ് കാലഘട്ടത്തിൽ അടച്ചു കിടന്നിരുന്നത്. ഈ പള്ളികളിലൊക്കെ ഒരു കാലത്ത് നിറയെ ജനമുണ്ടായിരുന്നതാണ്. എന്നാൽ കാലത്തിന്റെ പോക്കിൽ ജനത്തിന്റെ ആത്മീയത നഷ്ടപ്പെട്ട് ജനം ഈ ലോകത്തോടുള്ള ആസക്തി പൂണ്ട്, ജഡത്തോടുള്ള ആസക്തി പൂണ്ട് ഇന്ന് ലോക വ്യഗ്രതയിൽ മുഴുകി ദൈവരാജ്യത്തിന്റെ ആത്മാവിന്റെ വഴിവിട്ട് ലോകത്തിന്റെ ആത്മാവനുസരിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ UK-യിൽ ഒരു പള്ളിയിൽ ചെന്നപ്പോ ശനിയാഴ്ച വൈകുന്നേരം അവര് സൺഡേ മാസിന് പകരം ശനിയാഴ്ച വൈകുന്നേരമാണ് ഒരു കുർബാന. എത്ര ആളുകളുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ പള്ളിയുടെ സൈഡിൽ അച്ഛനോട് പറഞ്ഞിട്ടിരുന്നു. ഏതാണ്ട് ഒരു 10-18 പ്രായമുള്ള ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ ഇന്ന് വർക്കില്ലല്ലോ, ഇന്ന് നാളെയൊക്കെ ഹോളിഡേ ആണല്ലോ, പിന്നെ എന്താ ആളുകൾ വരാത്തത്? അച്ഛൻ പറഞ്ഞു, ഈ ആളുകളൊക്കെ എവിടെയാ പോയതെന്ന് അറിയണമെങ്കിൽ അച്ഛൻ ആ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ മതി, കാണാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഞായറാഴ്ച ദിവസം രാവിലെ ചേട്ടത്തിമാരും ചേട്ടന്മാരും കുട്ടികളും മക്കളും മക്കളുടെ മക്കളെല്ലാം ഉടുത്തൊരുങ്ങി അണിഞ്ഞ് ദേവാലയത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോകുന്നത് പോലെ ഇതാ കൂട്ടം കൂട്ടമായി ജനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് അവർ പോകുന്നത്? വീക്കെൻഡിൽ പബ്ബുകളിലേക്കാണ് അവർ നീങ്ങുന്നത്. ദേവാലയത്തിലേക്ക് പോകുന്ന ജനം വെറിക്കൂത്തുകൾക്കും കുടിമേളങ്ങൾക്കും ജഡത്തിന്റെ വെറിക്കൂത്തുകൾക്കുമായി മദ്യശാലകളിലേക്കും നർത്തകശാലകളിലേക്കും കൂട്ടം കൂട്ടമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദൈവരാജ്യത്തിന്റെ ആത്മാവ് മാറി ഈ ലോകത്തിന്റെ ആത്മാവ്, ഈ ലോകത്തുള്ള ആസക്തിയുടെ ആത്മാവ് അവരെ അടിമത്തപ്പെടുത്തി. മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് മാറി, സ്പിരിറ്റ് ഓഫ് ദി ഏജ്, ഈ യുഗത്തിന്റെ ആത്മാവ് അവരെ പിടിമുറുക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യുഗത്തിന്റെ ആത്മാവാണ് സെക്കുലറിസത്തിന്റെ ആത്മാവ്. ഒരു ഇന്റർനാഷണൽ പാഗൻ കൾച്ചർ ഇന്ന് ലോകവ്യാപകമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ വിശ്വാസത്തിന് നല്ല പോരാട്ടം നടത്തണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം എന്നെയും നിങ്ങളെയും തൊട്ട് ഉത്ബോധിപ്പിക്കുകയാണ്. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ്
1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന് നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ. 2 തിമോത്തി 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ സ്ത്രീക പഠിപ്പിക്കുകയാണ്, നാം അവനെ നിഷേധിക്കുന്നുവെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. ഈ കാലഘട്ടത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ലോകത്തോടുള്ള ആസക്തിയുടെ ആത്മാവ് ഒരു വിശ്വാസിയെ നിർബന്ധിക്കുക, യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ വഴികളെയും നിഷേധിക്കുക എന്നുള്ളത് അത്രേ. ഞാനും നിങ്ങളും ഈ ലോകത്തുള്ള ആസക്തിയുടെ ആത്മാവിന്റെ ബന്ധനത്തിലായാൽ ഞാനും നിങ്ങളും നിർബന്ധിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ മാർഗത്തിലുള്ള ജീവിതത്തെയും നിഷേധിക്കാൻ നിർബന്ധിക്കപ്പെടും. ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കപ്പെടും. പൗരോഹിത്യത്തിലുള്ള അടുപ്പം പോകും. ഇന്ന് ലോകവ്യാപകമായി ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം കാണാം. ദൈവജനത്തെ ഈ ലോകത്തോടുള്ള ആസക്തിയുടെ ആത്മാവ് പൗരോഹിത്യത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന് പൗരോഹിത്യത്തോട് താല്പര്യമില്ല, വിശുദ്ധ കൂദാശകളോട് താല്പര്യമില്ല, ദേവാലയ കർമ്മങ്ങളോട് താല്പര്യമില്ല, സന്ധ്യാപ്രാർത്ഥനയോട് താല്പര്യമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ എത്ര നാളായി സന്ധ്യാപ്രാർത്ഥന? നിങ്ങൾ ഒരുമിച്ച് കൂടി സന്ധ്യാപ്രാർത്ഥന ചെയ്തിട്ട് കാലം എത്രയായി? നിങ്ങൾ ഒരുമിച്ച് അപ്പനും മക്കളും ഒരുമിച്ച് ദേവാലയത്തിൽ പോയിട്ട് കാലം എത്രയായി? നിങ്ങളുടെ ആത്മാവിന്റെ, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരും ആത്മാവിന്റെ സ്ഥിതി എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളുടെ ആത്മാവിന്റെ സ്ഥിതി എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ലോകത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുന്നു, എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? സന്ധ്യാപ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടോ? പരിത്യാഗ അരുവിയുള്ള ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? നിത്യരക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? ആത്മരക്ഷയെക്കുറിച്ച് ബോധ്യം കൊടുക്കുന്നുണ്ടോ? ബാക്കി എല്ലാ കാര്യത്തെക്കുറിച്ചും ബോധ്യം കിട്ടുന്നുണ്ട്. പന്നിപ്പനി വന്നാൽ അതിനെതിരെ ജാഗരൂകത പാലിക്കണം എന്നറിയാം. ആഗോളമാന്ദ്യം വന്നാൽ അതിനെതിരെ നടക്കുന്ന നിലപാടിനെ കുറിച്ച് അറിയാം. ലോൺ എടുത്തും അത് ചെയ്തും ഇത് ചെയ്തും ഈ ലോകത്തിലെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്തുകൊണ്ട് ഈ സെക്കുലറിസത്തിന്റെ പിടിയിൽ അമരുന്ന ഈ ലോകം ആഗോള വ്യാപകമായി വലിയൊരു ആത്മീയ മാന്ദ്യം നേരിടുന്നുവെന്ന് തിരിച്ചറിയുന്നില്ല? പ്രിയപ്പെട്ട ദൈവജനമേ, മനസ്സിലാക്കണം, ലോകമെമ്പാടും ഇന്ന് ദൈവജനം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഒരു വലിയ ആഗോളപരമായ ഒരു ആത്മീയ മാന്ദ്യം. അതിന്റെ കാരണം സെക്കുലറിസത്തിന്റെ ആത്മാവാണ്. ഞാനും നിങ്ങളും പടവരുത്തുന്നത് ഈ സെക്കുലറിസത്തിന്റെ ആത്മാവിനാണ്. ഈ ലോകത്തോടുള്ള ആസക്തി കത്തിജ്വലിക്കുന്ന ഒരു അന്തരീക്ഷം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാനും നിങ്ങളും വിട്ടുനിൽക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-8 വാക്യം, ദാനിയേലിനെയും കൂട്ടരെയും ഇതാ രാജാവ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണവും വീഞ്ഞെല്ലാം. ഈ രാജാവ് പറഞ്ഞു, ദാനിയേലിനും കൂട്ടർക്കും ഞാൻ കഴിക്കുന്ന അതേപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണവും വീഞ്ഞും കൊടുക്കുക. എന്നാൽ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചു, രാജാവ് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടോ താൻ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചുറപ്പിച്ചു. ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ, കഴിച്ചുകൂടെ? ദാനിയേലിനെയും കൂട്ടരെയും രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് അവിടെ അതിഥികളായി പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നല്ല ഭക്ഷണം കൊടുക്കാൻ ഓർഡർ ഇട്ടിരിക്കുകയാണ്. സൗജന്യമായി കിട്ടുന്നത് കഴിച്ചാൽ എന്താ കുഴപ്പം? ഞാനും നിങ്ങളും വസിക്കുന്ന ഈ രാജ്യത്ത്, ഞാനും നിങ്ങൾ വസിക്കുന്ന ഈ ദേശത്തിന്റെ ഈ രാജ്യത്തിന് ഒരുപാട് വിഭവങ്ങൾ കണ്ണിനും കാതിനും നാവിനും രുചികരമായിട്ടുള്ളതുണ്ട്. അതെല്ലാം സൗജന്യമായി കിട്ടുന്നത് സ്വീകരിച്ച എന്താ കുഴപ്പം? ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് സ്വീകരിച്ച എന്താ കുഴപ്പം? ആത്മീയമായി മക്കളെ വിവേചിക്കാതെ ഒന്നും സ്വീകരിക്കരുത്. കഴുകൻ വെട്ടി വിഴുങ്ങി എല്ലാം അകത്താക്കുന്നത് പോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണിനും കാതിനും നദരത്തിനെല്ലാം രുചികരമായി ഈ ലോകം ഒരുക്കണ എല്ലാം നമ്മൾ സ്വീകരിക്കരുത്. ആത്മീയമായി വിവേചിക്കണം. ദാനിയേൽ മനസ്സിലാക്കി, ഞാൻ ഈ വിഭവസമൃദ്ധമായ ഭക്ഷണവും ഈ വീഞ്ഞും എല്ലാം കഴിച്ചാൽ ഈ ഭക്ഷണത്തെക്കാൾ ഇതിന്റെ ആത്മാവ് എന്റെ മേൽ പിടിമുറുക്കും. ഈ ലോകത്തോടുള്ള ആസക്തി ജ്വലിപ്പിക്കുന്ന ആത്മാവ് എന്നെ പിടിമുറുക്കും. ഞാൻ പിന്നെ ആത്മാവിന്റെ പിടിയിലാവും എന്ന് തിരിച്ചറിഞ്ഞ ദാനിയേൽ പറഞ്ഞു, രാജാവ് കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ താൻ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചുറപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തോടുള്ള ആസക്തിയിലേക്ക് നയിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ പിന്തിരിയണം. ഈ ലോകത്തുള്ള ആസക്തി ജ്വലിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും കുടുംബത്തിനടുത്ത് വലിച്ചെറിയണം. സുഖലോലുപതയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും അങ്ങനെയുള്ള പ്രവണതകൾ പ്രേരിപ്പിക്കുന്ന കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം. ആത്മീയ പരിത്യാഗത്തിന്റെയും ആത്മീയ ഉണർവിന്റെയും വഴികളിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടുകളിലേക്ക് നിങ്ങൾ ചേരണം. അങ്ങനെയുള്ള വഴികളിലെ നിങ്ങൾ പുലുകണം. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥന കൂട്ടായ്മകളിൽ പോകണം. ദേവാലയ കർമ്മം പങ്കെടുക്കണം. അങ്ങനെ വിശ്വാസിയുടെ ഒരു നല്ല പോരാട്ടം ചെയ്യണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്